Dear children, in last class we have studied different types of pathogens and diseases caused by them. Which are the different type pathogen as bacteria, virus, protozoan, helminths and fungi. In this section, we can study about bacteria and virus, the pathogen, and which are the disease caused by them. Here, the picture is about a bacteria. What is that? Salmonella typhi. And which disease is caused by it? Typhoid. Typhoid causing pathogen is Salmonella typhi. It's worth mentioning about a lady, Mary Mellon, who was nicknamed as Typhoid Mary. അമേരിക്കയിലെ ഒരു കുക്കായിരുന്നു and caused an outbreak of typhoid in America, transmitted typhoid fever by cooking and serving dishes without proper hand washing. അവരുടെ ഒരു ഫേമസ് പീച്ച് ഐസ്ക്രീം അവര് അങ്ങനെ സെർവ് ചെയ്ത് അങ്ങനെ പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഒന്നും ഇല്ലാതെ അങ്ങനെ കുറേ വർഷങ്ങൾ അവരങ്ങനെ ഒരു കുക്കായിട്ട് പല പല റിച്ച് ഫാമിലീസില് ഇൻഫെക്ഷൻ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ടൈഫോയിഡുമായി റിലേറ്റ് ചെയ്തിട്ട്. Now, typhoid. Which are the symptoms of typhoid? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്നുകൂടി ഓർക്കാം. ആ ഹൈ ഫീവർ നമ്മൾ പറഞ്ഞു, ഒരു 39 to 40 ഡിഗ്രി സസ്റ്റെയിൻഡ് ഫീവർ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വിടാതെ ഒട്ടും താഴാതെ അതേ ഇതിൽ നിൽക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നല്ല ഹെഡ് ഏക്ക്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ദെൻ പിങ്ക് ഡോട്ട് റാഷസ്, നെഞ്ചത്തൊക്കെ ഇങ്ങനെ കുറച്ച് കുത്തുകൾ പോലെ, ആൻഡ് ദെൻ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് ആണ് അതിന്റെ സിംറ്റംസ് പറയുന്നത്. അപ്പം നമുക്കിതില് ഏതാണ് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത്? ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ നോക്കി നോക്കാം. അന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ that the pathogen infect intestine. It is present in our intestine and it makes certain lesions on the intestine. അപ്പൊ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാക്കുന്ന ചെറിയ കുമിള പോലെ, ചെറിയ പോളങ്ങൾ പോലെ, നമുക്കറിയാം, നമുക്ക് മേലൊക്കെ പൊള്ളുകയാണെന്ന് വിചാരിക്കാം. ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പോളം പോലെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചില എന്താ പറയാ, ആ ലെഷൻസ് പോലെയാണ് ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് ഈ പാരസൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മള് അത്രയും അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൂടെ ഇൻറ്റസ്റ്റൈൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ? നമുക്കൊന്നും അത്രയും ഭയങ്കര ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഫുഡ് മാത്രമേ ആ സമയത്ത് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല അത്. ഓക്കെ, അതും കൂടി ഇവിടെ ഒന്ന് ഓർക്കണം കേട്ടോ. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ എന്ന ഒരു സിംറ്റം അതുകൊണ്ടാണ്. അതുവഴി സ്റ്റൊമക് പെയിനും കോൺസ്റ്റിപ്പേഷനും, നമ്മളധികം ഭക്ഷണം അതുപോലെയൊക്കെ ആവുമ്പോൾ കോൺസ്റ്റിപ്പേഷനും, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ലോസ് ഓഫ് അപ്പറ്റൈറ്റും എല്ലാം ഈ ഒരു കണ്ടീഷനാണ്. അപ്പൊ കഴിക്കാനും പറ്റണില്ല. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായല്ലോ. ദറ്റ് ഈസ് അബൌട്ട് ദ ടൈഫോയിഡ് ഫീവർ. കണ്ട തലവേദനിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടർ ഇഫ് യു എക്സ്പീരിയൻസ് ദീസ് സിംറ്റംസ്. ഓക്കെ, നമ്മൾ ഇത് അവയർനെസ് ഉണ്ടാവുമ്പോ ഉണ്ടാവുന്നത് എന്താ, നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ആദ്യത്തെ ഒരു കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക, ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ. ഇനി എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പാത്തജനെ പഠിച്ചു, അസുഖത്തിന്റെ പേര് പഠിച്ചു, സിംറ്റംസ് പഠിച്ചു. ഓക്കെ, ഇനി ഈ അസുഖം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക നോക്കൂ. വിത്തൗട്ട് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. നമ്മൾ ആ മേരി മെലണിൽ കണ്ടല്ലോ, പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. അപ്പോ നമുക്ക് ഈ രോഗാണുക്കള് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടെ, അല്ലെങ്കിൽ ഫുഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അവര് രോഗമുള്ള ഒരാൾ ഇതേപോലെയൊക്കെയാണ് മറ്റുള്ള ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്ത് ആ ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്ന് വെക്കാം. അപ്പൊ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ ഈ ഫ്ലൈസ് ഒക്കെ വന്നിരുന്നിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ രോഗാണുക്കൾ നമ്മുടെ അവിടെ എത്തും, ഇൻ ദ സ്റ്റൊമക്. അപ്പൊ ഈ രോഗാണുക്കൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ടെന്ന്. അവര് ആസിഡ് ടോളറൻസ് ജീൻസ് ഉണ്ട്. അപ്പൊ അവര് സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ അവർ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. എന്നിട്ട് ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കസ് മെമ്പറൈനിൽ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇൻവേഡ് എന്ന് പറയും. ഇൻവേഡ്, അത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്രമിച്ച് കയറി അവിടെ ഇൻവാഷൻ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ വേദനയും ബുദ്ധിമുട്ട് ഡിസ്കംഫേർട്സ് ഒക്കെ ഉണ്ടാവും. അഗെയിൻ ഡയറിയ ഉണ്ടാവാം, അങ്ങനെ അങ്ങനെ. അപ്പൊ ഈ ഫീക്കൽ മാറ്ററിന്റെ കൂടെ, ഈ രോഗമുള്ള ആളുടെ ഫീക്കൽ മാറ്ററിന്റെ കൂടെ ആര് പുറത്തേക്ക് വരും? പാത്തജൻസ്. ആ പാത്തജൻസ് ഏതെങ്കിലും
ഫ്ലൈസ് വന്നിരുന്ന് ഫുഡിലൊക്കെ വന്നിരിക്കുക, അല്ലെങ്കിൽ ആ കൺസേൺഡ് പേഴ്സൺ, ഇൻഫെക്റ്റഡ് പേഴ്സൺ നേരിട്ടോ വേറൊരാളുടെ ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്താൽ അയാൾക്ക് രോഗം ഉണ്ടാക്കും. അങ്ങനെ ഫീക്കൽ മാറ്ററിൽ നിന്ന് ഓറലിലേക്ക്, അതിനെയാണ് ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയാം, കണ്ടാമിനേഷൻ പറയാം. ഓക്കെ, അപ്പൊ മറ്റു ആളുകളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ പാത്തജൻ, ഈ രോഗാണു എന്ത് ചെയ്യും, ഇവിടെ ഈ ഇൻഡസ്റ്റൈനിലൊക്കെ ഓട്ടകൾ ഉണ്ടാക്കിയിട്ട് അത് ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ കൂടെ, മ്യൂക്കൽ മെമ്പറൈൻ്റെയും ഇൻഡസ്റ്റൈൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടെ ഈ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ലിവറില്, സ്പ്ലീനില്, ബോൺ മാരോയില് എല്ലായിടത്തും പോവും. എന്നിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഈ പനി ഒരിക്കലും കുറയാത്ത പനിയിലേക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു വലിയ അസുഖാണത്. അങ്ങനെ ഈ ടൈഫോയിഡ് ഫീവറിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ദാറ്റ് ഈസ് ബൈ വൈഡൽ ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒരു സെറോളജിക്കൽ ടെസ്റ്റ് ആണ്. ബ്ലഡിൽ നിന്ന് സീറം വേർതിരിച്ചെടുത്തിട്ട് അതില് ആന്റിജൻ ഉണ്ടായിരിക്കണം എന്നാണല്ലോ നമുക്ക്. അപ്പം ആന്റിജനെ ആഡ് ചെയ്യും. ഓക്കെ, ആന്റിബോഡി ഒരു 6 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ അതിനുള്ള ആന്റിബോഡി, കറക്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു 6 ദിവസം ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ബ്ലഡിൽ നിന്ന് സേറം എടുത്ത് അതിലുള്ള ആന്റിബോഡി എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് എന്ന് അതിന് യോജിക്കുന്ന ആന്റിജൻ, അതായത് യഥാർത്ഥത്തിലുള്ള ഈ സാൽമോണല്ല ടൈഫോയിഡ് ആന്റിജനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ബ്ലഡിൽ കൊയാഗുലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. ഓക്കെ, കണ്ടോ, അപ്പൊ കൊയാഗുലേഷൻ ഇല്ല, ഇവിടെ കൊയാഗുലേഷൻ ഉണ്ട്. അങ്ങനെ അതിനെ കറക്റ്റ് ആയിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പൊ എത്രത്തോളം ഇൻഫെക്റ്റഡ് ആണ് എന്നും കൂടി തിരിച്ചറിയാനായിട്ട് ഈ വൈഡൽ ടെസ്റ്റ് വഴി നടത്തും. അതിന്റെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകളും ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബാക്ടീരിയനെ നോക്കിയാലോ. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. നോക്കി, കണ്ടോ, മണി പോലെ ഇരിക്കുന്നു അല്ലെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ. ഇതുണ്ടാക്കുന്ന അസുഖത്തിന്റെ പേരാണ് ന്യൂമോണിയ. ദാറ്റ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ദാറ്റ് പാത്തജൻ, ദ ബാക്ടീരിയ കോസിങ് ദ ഡിസീസ് ന്യൂമോണിയ. ഇത് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെയാണ് എഫക്ട് ചെയ്യുക. അപ്പൊ കണ്ട, ലങ്സില് പോയിട്ട് ആൽവിയോളിൽ പോയിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓരോ പാത്തജനും എവിടെയാണോ അതിന്റെ സർവൈവൽ ജീൻസ് ഉള്ളത് അവിടെയാണ് അത് പോയിട്ട് ഇരുന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കണേ. നോക്കൂ, അപ്പൊ എന്തുണ്ടാവുക, ചെസ്റ്റ് പെയിൻ, ഹെഡ് ഏക്ക്, സ്പ്യൂട്ടം കഫ്. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ വരുമ്പോ സ്കിന്നൊക്കെ ഫെയിലർ ആവും. നമ്മൾ പറഞ്ഞില്ല, ഒരു ബ്ലൂയിഷ് ടെയിൽ നെയിൽ ആൻഡ് സ്കിന്നൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ നല്ല ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോ ഇതാണ്, നോക്കി നോക്കൂ, കണ്ട, ലങ്സിന്റെ അകത്ത് സ്പ്യൂട്ടം, ആ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ. അപ്പൊ ഇവിടെ ഓക്സിജൻ എയോ വന്ന് നിറയേണ്ടതായിരുന്നു, അവിടെ മുഴുക്ക ഈ ഫ്ലൂയിഡ് ആണ് വന്ന് നിറയണമെങ്കിൽ നമുക്ക് ഇങ്ങടേക്ക് കടക്കാൻ പറ്റുമോ വായുവിനൊക്കെ? ഓക്കെ, എയോ സർക്കുലേഷൻ ഇല്ലാതെയാവും. അതാണ് ഭയങ്കര സിവിയർ കണ്ടീഷൻ വന്നിട്ട് മരണത്തിലേക്ക് എത്തുന്നത്. അതാണ് ന്യൂമോണിയ കേട്ടോ. ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ, അതൊക്കെ അതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജാണ് നമ്മളവിടെ കണ്ടത്. അപ്പൊ തുടങ്ങുമ്പോ ഇതേപോലെ ഇരുന്ന് ചുമക്കണ്ടായിണ്ടാവും. ഓക്കെ, അപ്പൊ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ചുമക്കുമ്പോ എന്തുണ്ടാവുക, ഈ ഡ്രോപ്ലെറ്റിൽ കൂടെ പുറത്തേക്ക് വരുന്ന ഒരു എയറോസോൾസിൽ കൂടെ ആ രോഗാണുക്കളും പുറത്ത് നടക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ആ രോഗാണുക്കൾ വേറൊരാളുടെ ലങ്സിലേക്ക് കടന്നാൽ അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഷെയറിംഗ് മെറ്റീരിയൽസ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് പാത്തജൻസ് എന്താണ്, നമുക്ക് വൈറസ് പാത്തജൻസ് ആണ് കൂടി നോക്കാം. വൈറസ് പാത്തജൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ആളാണ് കേട്ടോ, വൈറസ്. ഇയാളെ കുറച്ച് ഫെമിലിയർ ആവുണ്ടാവും അല്ലെ, നമ്മുടെ COVID-19 അവരുടെ അത്രയ്ക്ക് ഇല്ലെങ്കിലും നോക്കിയിട്ട് ഇത് കോമൺ കോൾഡ് വൈറസ് ആണ്. ഇത് ഇൻഫ്ലുവൻസ ആവുമ്പോഴുള്ള വൈറസ് ആണ് കേട്ടാ. അപ്പൊ ഈ കോമൺ കോൾഡ് വൈറസിന്റെ പേര് റൈനോ വൈറസ് എന്നാണ്. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് വൈറസിൽ ഒന്ന്. ഈ വൈറസിന്റെ പൊതുവെയുള്ള രീതി എന്താന്ന് വെച്ചാൽ അതില് ഒരു സെല്ലല്ല അത്, അതിനകത്ത് ജീനോം കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കവർ, നമ്മളൊരു മിഠായി പോലെയാണ്. അതായത് പുറമെ കവറിങ്ങും ഉള്ളില് കറക്റ്റ് അല്ലെ എന്താണോ കണ്ടന്റ്, അല്ലാണ്ട് വേറെ കുറെ മെറ്റീരിയൽസ് ഒന്നും ഇതിലില്ല. സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം, ഓർഗനൽസ്, അങ്ങനെ വേറെ ഒന്നുമില്ല ഇതില്. അറ്റ്ലീസ്റ്റ് എന്താ മിനിമം റിക്വയർമെന്റ്,
ജീവിക്കാൻ വേണ്ട മിനിമം റിക്വയർമെന്റ് മാത്രം പാക്ക് ചെയ്തിട്ടുള്ള ഭയങ്കരമായ ഒരു സംഭവമാണിത്, ഈ വൈറസ്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? DNA കണ്ടന്റ് ഉണ്ട്. ഓക്കെ, DNA കണ്ടന്റിനെ കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട്, അത്രേ ഉള്ളൂ വൈറസ് എന്ന് പറയുമ്പോൾ. അതില് ഈ പ്രോട്ടീൻ ഏതൊക്കെയാണ് ഈ പുറമെ കാണുന്നത്, ഏതൊക്കെ നമ്മുടെ സെൽസിനെ എഫക്ട് ചെയ്യുന്നതാണ്, അതുപോലെ ഈ DNA-ലുള്ള ഇൻഫർമേഷൻ എത്രത്തോളം ടോക്സിൻ ഉണ്ടാക്കുന്നതാണ്, ആ ടോക്സിന്റെ ടോക്സിസിറ്റി, ഇൻവെസീവ്നെസ്, അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും വൈറസിന്റെ. അപ്പൊ അതിനനുസരിച്ച് വൈറസിന്റെ പാത്തജനിക് ആക്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് പാത്തജൻസ്, വൈറസസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഡിസീസസ് ഉണ്ട്. അപ്പൊ റൈനോ വൈറസിനെയാണ് നമ്മൾ പറഞ്ഞത്. ഈ റൈനോ വൈറസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളസ്റ്റ് വൈറസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇയാള് നമ്മളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അത് നോസ് അപ്പർ റീജിയൻ റെസ്പിറേറ്ററി ട്രാക്ടിനെയാണ് എഫക്ട് ചെയ്യുക, നമ്മുടെ ലങ്സിനെ അല്ലാന്ന്. അപ്പം ആദ്യത്തെ ഒരു കേസ് ആണ് ഈ റൈനോ വൈറസ്. വൈറസ് കയറി നമ്മളുടെ ഈ അപ്പർ ട്രാക്ടിനൊക്കെ എഫക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ന്യൂമോണിയ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ റൈനോ വൈറസ് എന്ന് പറയുന്നത് കോമൺ കോൾഡ് ഉണ്ടാക്കുക, അത് പൊതുവെ സാധാരണ കാണുന്ന ഒന്നാണ്, ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നതാണ്, മാത്രമല്ല ഒരാളിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുമാണ്. കാരണം എന്താ, അതിന്റെ വൈറൽ ആ DNA കണ്ടന്റ് പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പ്രാവശ്യം കയറിയ ആളാവില്ല, രണ്ടാമത് കയറുന്ന വൈറസ്. അങ്ങനെ വളരെ മ്യൂട്ടന്റ് റേറ്റ് കാണിക്കുന്ന ഒന്നും കൂടിയാണ് റൈനോ വൈറസ്. അപ്പൊ റൈനോ വൈറസിന്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പൊ നമ്മൾ പറയുന്ന COVID-19. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഈ റൈനോ വൈറസിൽ നിന്നൊക്കെ കുറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് മ്യൂട്ടേറ്റ് ചെയ്ത് വന്നതായിരിക്കും അത്, അല്ലെ? Then that ഇവിടെ എന്താ നമ്മൾ പറയാ, ഇറ്റ് ഈസ് ദ കോമൺ കോൾഡ്. വാട്ട് ഈസ് ദ വൈറസ്? റൈനോ വൈറസ്. മറക്കരുതിട്ട് ഈ പേര്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി എങ്ങനെയാ നമ്മൾ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുക? നമ്മള് എപ്പോഴും വാഷ് ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക, ഡിസ്ഇൻഫെക്ട് കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട് ആൻഡ് സർഫസസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പരിചയമുള്ളതാ അല്ലെ? പിന്നെ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കൈ പോയിട്ട് അവിടെ പോയി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോ മൗത്ത്, നോസ് ഒക്കെ നമ്മൾ കവർ ചെയ്യണം. അതിന് നമ്മൾ മാസ്ക് ഇടണം എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചേക്കണേ അല്ലെ? ഏറ്റവും പ്രധാനം എന്താ, നമ്മളുടെ കയ്യിൽ കുറെ വൈറസ് ഇരിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും മറ്റുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാതിരിക്കുക. അപ്പോ അവർക്ക് വേറൊരു ഹോസ്റ്റ് കിട്ടാതെ ആകുമ്പോ വൈറസും അങ്ങനെ തന്നെ ആ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതെയായി പോകും. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇത്തിരി കഷ്ടപ്പെട്ടാലും ഐസൊലേറ്റ് യുവർ സെൽഫ് അണ്ടിൽ ദ സിംറ്റംസ് ഹാവ് പാസ്ഡ്. പിന്നെ നമ്മൾ പഠിച്ചത് ബാക്ടീരിയ, വൈറസ്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടൈഫോയിഡ് ആസ് വെൽ ആസ് ന്യൂമോണിയ, ആൻഡ് വൈറസ് ഉണ്ടാക്കുന്ന കോമൺ കോൾഡ്. അങ്ങനെ 3 ഡിസീസേ പഠിച്ചുള്ളൂ. ഓരോന്നിന്റെയും പ്രിവെന്റീവ് മെഷേഴ്സ് കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഓറൽ ഫീക്കൽ റൂട്ട് അത് വരുന്ന ആള് ഇതില് ടൈഫോയിഡ് ആണ്. ദെൻ ന്യൂമോണിയ, കോമൺ കോൾഡ് എന്താണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ 2 തരത്തിലുള്ള പ്രിക്കോഷൻസ് ആണ് രണ്ടിനും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.